സങ്കീർത്തകൻ്റെ പുസ്തകം 91-ാം അധ്യായം 4-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയും ആയിരിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. ഈശോ ജെറുസലേമിനെ നോക്കി പറയുന്നുണ്ട്, ജെറുസലേമേ, അമ്മക്കോഴി കുഞ്ഞുങ്ങളെ തൻ്റെ ചിറകിൻ കീഴിലാക്കുന്നത് പോലെ നിന്നെ എൻ്റെ ചിറകിൻ കീഴിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം, കാരുണ്യവാനായ ദൈവം, ഒരമ്മയെപ്പോലെ, അമ്മക്കോഴിയെപ്പോലെ തൻ്റെ ചിറകുകളുടെ കീഴിൽ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നമ്മളെ മറയ്ക്കുന്നു. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നമുക്ക് അഭയം നൽകുന്നു. അതുപോലെ തന്നെ അവിടുത്തെ വിശ്വസ്തത നമുക്ക് കവചവും പരിചയും ആയിരിക്കുന്നു. നമ്മൾ പൈശാചികമായ തിന്മകൾക്ക് മുൻപിൽ നിന്ന് പോരാടുമ്പോൾ, നമ്മളുടെ ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഠിനമായി അധ്വാനിക്കുമ്പോൾ അതിനെ സമ്മതിക്കാത്ത തിന്മയുടെ അരൂപി നമുക്കെതിരെ തിരിയുമ്പോൾ അവിടുത്തെ വിശ്വസ്തത, അവിടുത്തെ സ്നേഹം നമുക്കൊരു കവചമായി, നമുക്കൊരു പരിചയമായി വന്ന് ചേരുന്നു. നമ്മളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിൽ നമ്മൾ എപ്പോഴെല്ലാമാണോ തിന്മയ്ക്കെതിരെ നിൽക്കുന്നത്, അപ്പോഴെല്ലാം അവിടുത്തെ സ്നേഹം, പരിചയം, കവചവുമായി നമ്മളെ സുരക്ഷിതമാക്കുന്നു. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അവിടുത്തെ തൂവലുകളുടെ, അവിടുത്തെ ചിറകുകളുടെ, അവിടുത്തെ വിശ്വസ്തതയുടെ, കവചത്തിൻ്റെ, പരിചയുടെ സംരക്ഷണം കൊണ്ട് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.